കോൺഗ്രസ് പാർട്ടി മുസ്ലിം ലീഗുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ ഉപവാസം നടത്തിയതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട പ്രവർത്തകൻ പുതിയ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു. മലപ്പുറം ജില്ലയിലെ പൊന്മുളത്തുള്ള യൂനിസ് സലീമിന്റെ നേതൃത്വത്തിലാണ് പുതിയ പാർട്ടി രൂപീകരിച്ചത്. മലയാളി കോൺഗ്രസ് എന്ന് നാമകരണം ചെയ്ത പുതിയ പാർട്ടി പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കും. കേരളത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും അകന്നുനിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഏക പഞ്ചായത്താണ് പൊന്മുണ്ടം പഞ്ചായത്ത്. മുസ്ലിം ലീഗുമായുള്ള ബന്ധം മലബാറിൽ കോൺഗ്രസിന്റെ സ്വാധീനം നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ഇത് യഥാർത്ഥ കോൺഗ്രസുകാരന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്നതാണെന്നും യൂനിസ് സലീം പറഞ്ഞു. പാർട്ടിയുടെ ഒരു തുടക്കം മാത്രമാണ്. ഈ ഒരു വികാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വർഗീയ ശക്തികളുമായി ചേരുന്നതിന് അസംതൃപ്തിയുള്ള മുഴുവൻ കോൺഗ്രസ് പാർട്ടികളും ഞങ്ങളോടൊപ്പമുണ്ട്. അതേപോലെ തന്നെ ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനങ്ങളും പ്രസ്ഥാനത്തിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമായി മലയാളി കോൺഗ്രസ് മാറുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ പ്രത്യാശയുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കൽ പോലും ഇത്തരം വർഗീയ ശക്തികളുമായി കൂടിയിട്ടില്ല. അതുമാത്രമല്ല, വർഗീയ ശക്തികളോടും അവരോട് തൊട്ടവരെ പോലും കൂടരുത് എന്ന് പ്രമേയം പാസാക്കിയ AICC പ്രമേയം പാസാക്കിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ജില്ലയിൽ മലയാളി കോൺഗ്രസ് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. ചെയർമാനായി യൂനിസ് സലീമിനെയും ജനറൽ സെക്രട്ടറിയായി അബ്ദുറഹ്മാൻ ചോലയിനെയും തെരഞ്ഞെടുത്തു. പാർട്ടിയുടെയും യുവജന സംഘടനയായ മലയാളി യൂത്ത് കോൺഗ്രസിന്റെയും വിദ്യാർത്ഥി വിഭാഗമായ മലയാളി സ്റ്റുഡൻസ് യൂണിയന്റെയും വിപുലമായ കൺവെൻഷനും റാലിയും അടുത്ത മാസം 14-ന് തിരൂരിൽ നടത്തും. തുടർന്ന് കേരളത്തിൽ എല്ലായിടത്തും പാർട്ടി ഘടകങ്ങൾ രൂപീകരിക്കുമെന്നും ഇവർ പറഞ്ഞു. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ മലയാളി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പാർട്ടി ചെയർമാൻ യൂനിസ് സലീമാണ് മത്സരിക്കുക. ബനാത്വാല മുതൽ ET മുഹമ്മദ് ബഷീർ വരെയുള്ള MPമാർക്ക് പൊന്നാനിയിൽ കേന്ദ്ര സർക്കാർ പദ്ധതികളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. മലബാർ ന്യൂസ്, തിരൂർ.